പത്തനംതിട്ട ചാലാപ്പള്ളിയിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ പാടിമൺ സ്വദേശികളായ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാറിൽ പോയി മടങ്ങി വന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് റോഡിൻ്റെ ഒരു വളവ് ഉള്ള ഭാഗമാണ്. പുലർച്ചെ നല്ല മഴയുണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ഈ റോഡിൽ നിന്നും വാഹനം തെന്നി മാറി ഈ സമീപത്തുള്ള തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. എന്താണ് ഈ അപകടത്തിന് കാരണമായതെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തോട്ടിലേക്ക് പതിച്ചതാണോ, ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നത് സംബന്ധിച്ച വ്യക്തതയില്ല. എന്താണെങ്കിലും ഈ വാഹനം ഇവിടെ നിന്ന് നേരെ ഈ താഴെ കാണുന്ന തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. തൊട്ടു സമീപത്തായി അധികം വീടുകളില്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്. ഉള്ള ഒരു വീട്ടിലെ അംഗങ്ങളാണ് ഈ ബഹളം കേട്ടുകൊണ്ട് ഇവിടേക്ക് ഓടിയെത്തുന്നത്. അവിടെ ഓടിയെത്തിയ സമയത്ത് കണ്ടത് ഈ വാഹനത്തിനുള്ളിൽ 4 ആളുകൾ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു. 3 മുതിർന്ന ആളുകളും 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുമാണ് ആ സമയത്ത് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. പ്രായമുള്ളൊരു വ്യക്തിയാണ് ഇവിടേക്ക് ഓടിയെത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവരെ രക്ഷപ്പെടുത്താൻ ആദ്യം സാധിച്ചില്ല. അദ്ദേഹം പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. അരമണിക്കൂറിനകത്ത് തന്നെ പോലീസും ഫയർഫോഴ്സും ആംബുലൻസും അടക്കം ഈ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ അവർ എത്തിയതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തുകയും ആ വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന കുട്ടിയടക്കമുള്ള 4 പേരെയും പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഇവിടെ നിന്ന് അവരെ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്താണെങ്കിലും ഈ അപകടത്തിൽപ്പെട്ടവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഈ അപകടമുണ്ടായപ്പോൾ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ സമീപവാസി വ്യക്തി നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ 1:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അതെ, ഏതാണ്ട് 1:30 ആയ സമയത്ത് അവിടെ ഒരു കരച്ചിൽ കേട്ടു. അപ്പം വൈഫും മോളും പറഞ്ഞ് ആരോ അവിടെ കരയുന്നുണ്ട്, കാറിൻ്റെ ഹോൺ അടിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ച റോഡിൽ ആക്സിഡൻ്റ് അതുകൊണ്ട് ഞാൻ ഇറങ്ങി ചെന്നപ്പോൾ കുഴിയിലാണ് സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ തോട്ടിലപ്പുറത്തോട്ട് ചെന്ന് സ്റ്റെപ്പ് വഴി ഇറങ്ങി കാറിൻ്റെ അടുത്ത് ഒരു എത്തിയപ്പോൾ ഒരു സ്ത്രീ അകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരാൾ ഡോറ് പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അടിയിൽ വേറൊരാളും കൂടെ കിടപ്പുണ്ട്, വണ്ടി ഓടിച്ചാണ്. പക്ഷേ ഈ വണ്ടിയുടെ കിടപ്പ് കണ്ടോ, ഇതെങ്ങനെ അവിടെ ചെന്നു എന്നുള്ളത് ഞാൻ ആദിയിൽ നിൽക്കുകയാണ്. ഇത് എങ്ങനെ അവിടെ എത്തി ഈ വണ്ടി ഇങ്ങനെ ഈ നിലയിൽ? കാരണം റോഡിൽ നിന്ന് പോയ പോക്ക് താഴത്തെ ഇടിയിലെങ്ങും ഇടിച്ചിട്ടില്ല. പിന്നെ പറന്നെത്തിയ പോലെയാണ് തോട്ടിൽ പോയി കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ ചെന്ന് ഈ ആളിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ വണ്ടിയെ പിടിക്കാൻ പോലും എനിക്ക് വീഴും. കാരണം ഇത് മറിഞ്ഞു വീണ് എൻ്റെ നിലയിലോട്ടായിരിക്കും വീഴുന്നത്. അപ്പുറത്തോടെ കയറാമെന്ന് കരുതിയാൽ അവിടെ മുകളിൽ ഫെൻസ് കിടക്കുന്നതുകൊണ്ട് കറണ്ട് ഉണ്ടതല്ലേ, അതുവഴിയും കയറാൻ പറ്റത്തില്ല. പിന്നെ ഞാനവിടെ വണ്ടിയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നു. മഴയുണ്ടായിരുന്നല്ലേ, മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് മോളും വൈഫും താഴെ വന്ന് മോള് പെട്ടെന്ന് പോലീസിനെ വിളിച്ചു. അപ്പം കുറേ നേരം വിളിച്ചാൽ പിന്നെ അവർക്ക് കിട്ടി. അവരുടെ ലൈൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ അവർക്കും കിട്ടി. ആംബുലൻസ് വിളിച്ചു, പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പോഴത്തേക്കും ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞു, ആംബുലൻസും പുറകെ വന്നു, തൊട്ട് കുറേ പോലീസും വന്നു. എല്ലാം കൂടെ ഒരു അരമണിക്കൂർ എടുത്ത് കാണും. ഈ ഫയർഫോഴ്സ് എത്തിയതിന് ശേഷമാണ് ഈ വാഹനത്തിനുള്ളിലുണ്ടായിരുന്നവരെ പുറത്തിറക്കിയത്. അതെ 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 കാരണം എനിക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കവിടെ യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ നിലയില്ല. ഞാനവിടെ വണ്ടിയെ പിടിച്ചുകൊണ്ട് ഞാൻ മുകളിൽ കയറി ഇങ്ങനെ ഇവരെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുക, ടോർച്ച് അടിച്ച് കാണിച്ചുകൊണ്ട്. കാരണം അവർ ഭയന്നായിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ഈ പാതിരാത്രിക്ക് നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. അടുത്ത വീടൊന്നും ഇല്ലാത്തൊരു സ്ഥലം കൂടി. അടുത്ത വീടുണ്ട്. അടുത്ത വീട്ടിൽ അവിടെ പ്രായമുള്ള 2 പേര്, അവരെ കൊണ്ട് നടക്കത്തില്ല. പിന്നെ അടുത്ത് വേറെ ഒന്നും ഇല്ല, ഞങ്ങളേ ഉള്ളൂ. വാഹനത്തിൽ ആകെ 4 പേരാണ് ഉണ്ടായിരുന്നല്ലേ? ആകെ 4 പേര്. അതായത് 3 പ്രായമുള്ളവരും ഒരു കൊച്ചുകുഞ്ഞ് മീൻസ് 4 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. അങ്ങനെ അവർ വന്നു രക്ഷപ്പെടുത്തി. പരിക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം അവരെങ്ങനെയോ, ഞാൻ ആദ്യമേ അരിച്ച് പോയി ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചാലോ എന്ന്, ബാക്കിലെ ഗ്ലാസ്. അപ്പോൾ അതില്ലെങ്കിൽ ഇറങ്ങാമല്ലോ. പിന്നെ നോക്കിയപ്പം അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇവരുടെ കാല് കുരുങ്ങി കിടക്കുകയാണെങ്കിൽ ഞാൻ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചാൽ അത്രയും കൂടെ വേസ്റ്റ് അല്ലേ, ചുമ്മാ കുറേ നഷ്ടം ഉണ്ടാക്കി വെക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ സത്യമായിട്ട് ശരിയായിട്ടുള്ള കാര്യം എന്താണെന്നറിയാൻ നമ്മളത് അടിച്ച് പൊട്ടിച്ചിട്ടും കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ ഏതായാലും പോലീസ് റിപ്ലൈ ചെയ്തല്ലോ. അപ്പോൾ അവർ വന്നോട്ടെ. അവർ വന്നിട്ട് ഇനിയിപ്പോൾ 5-10 മിനിറ്റ് നേരം ഇവരെ അതിസർപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കാം. അതാണ് ഞാൻ കരുതിയത്. ഈ പോലീസ് വരുന്നതിന് വരെ താങ്കൾ മാത്രമേ സ്ഥലത്തുള്ളായിരുന്നു? ഞാനും വൈഫും മോളും മാത്രമേ ഉള്ളൂ. 2.5 മണിക്കൂറോളം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഇവിടെ തീയാടിക്ക് വരെ ആയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിന്നെ നേരെ ഒരു 5 കിലോമീറ്ററൂടെ ഉള്ളൂ. അപ്പം പിന്നെ എനിക്ക് 5 മിനിറ്റോട് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. അവർ പെട്ടെന്ന് എത്തി. എന്താണ് ഈ വാഹനം ഓടിച്ചിരുന്ന വ്യക്തി എന്തെങ്കിലും പറഞ്ഞു? ഉറങ്ങിപ്പോയതാണോ, മഴയാണോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നുമില്ല. പോലീസ് പറഞ്ഞല്ല, അത് ഉറങ്ങിപ്പോയതാണെന്നാണ് അവരുടെ അഭിപ്രായം. കാരണം നേരെ വിട്ടുപോയി, നേരെ അങ്ങ് വിട്ടു പോകാണല്ലോ, അല്ലെ അത്രയും ഇതിലോട്ട് പോകാൻ വഴിയില്ല. ഏതായാലും അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഈ വാഹനത്തിനുള്ളിലുണ്ടായിരുന്നവരുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് സമീപവാസിയായ വ്യക്തി ഇവിടേക്ക് ഓടിയെത്തിയത്.
പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. കാര്യം നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, തോടിന് കൃത്യം നടുവിലായാണ് ഈ വാഹനം മറിഞ്ഞു കിടക്കുന്നത്. ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഉടൻ തന്നെ അദ്ദേഹം പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. അരമണിക്കൂറിനകത്ത് തന്നെ പോലീസും ഫയർഫോഴ്സും ആംബുലൻസും അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തി. തുടർന്ന് ഫയർഫോഴ്സാണ് ഈ വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചത്. ഉടൻ തന്നെ ഇവിടുന്ന് കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ അപകടത്തിൽപ്പെട്ടവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ്. മല്ലപ്പള്ളി പാടിമൺ സ്വദേശികളായ 4 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 3 മുതിർന്ന ആളുകളും ഒരു കുട്ടിയുമാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്തത്. ആ കുട്ടി വളരെയധികം പേടിച്ച അവസ്ഥയിലായിരുന്നുവെന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയ ആളുകൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. പത്തനംതിട്ടയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.